എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നികുതി പണം, അതായത് പൊതുഫണ്ടുകൾ, ഗവൺമെന്റ് എങ്ങനെയാണ് സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക വിനിയോഗത്തെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റൂൾ ബുക്കായ ജനറൽ ഫിനാൻഷ്യൽ റൂൾസ് അഥവാ GFR 2017ലേക്ക്, GFR 2017ലേക്ക് നമുക്കൊന്ന് കടക്കാം. ഈ വിശകലനത്തിൽ ഗവൺമെന്റ് സിസ്റ്റത്തിൽ ഓരോ രൂപയും ചിലവാക്കുമ്പോൾ പാലിക്കേണ്ട അടിസ്ഥാന തത്വങ്ങളും അത് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ യഥാർത്ഥ ഉത്തരവാദിത്വങ്ങളും നമ്മൾ പരിശോധിക്കും. ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. ഇന്നത്തെ നമ്മുടെ അജണ്ടയിൽ പ്രധാനമായും 5 കാര്യങ്ങളാണുള്ളത്. GFR 2017ന്റെ ഒരു ആമുഖം, അതിലെ ഏറ്റവും ശ്രദ്ധേയമായ സാധാരണ വിവേകത്തിന്റെ തത്വം, സാമ്പത്തിക ഔചിത്യത്തിന്റെ മാനദണ്ഡങ്ങൾ, ഉദ്യോഗസ്ഥരുടെ വ്യക്തിപരമായ ഉത്തരവാദിത്വം, പിന്നെ അവസാനമായി സാമ്പത്തിക നഷ്ടങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നീ വിഷയങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നുപോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഭാഗം GFR 2017ന്റെ ആമുഖം. നോക്കൂ, ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സാമ്പത്തികം കൈകാര്യം ചെയ്യുക എന്നത് ചില്ലറ കാര്യമല്ല, അതൊരു വലിയ ഉത്തരവാദിത്വമാണ്. ഈ GFR 2017 എന്നത് വെറുതെ ലൈബ്രറിയിലിരിക്കുന്ന കുറച്ച് കടലാസുകളല്ല, മറിച്ച് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഉദ്യോഗസ്ഥരും അക്ഷരം പ്രതി പാലിച്ചിരിക്കേണ്ട എക്സിക്യൂട്ടീവ് നിർദ്ദേശങ്ങളുടെ ഒരു ബൈബിളാണത്. പബ്ലിക് ഫണ്ട് ഉപയോഗിക്കുമ്പോൾ വേണ്ട സാമ്പത്തിക അച്ചടക്കത്തിന്റെയും ഭരണപരമായ ജാഗ്രതയുടെയും യഥാർത്ഥ അടിസ്ഥാനം ഈ റൂളുകളാണ്. ഇനി രണ്ടാമത്തെ ഭാഗത്തേക്ക് വരാം. ഇതാണ് ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം, സാധാരണ വിവേകത്തിന്റെ തത്വം. GFRലെ റൂൾ 21 വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. ഒരു സാധാരണ വിവേകമുള്ള വ്യക്തി സ്വന്തം പണം ചെലവാക്കുമ്പോൾ കാണിക്കുന്ന അതേ ജാഗ്രത പൊതുപണം ചെലവാക്കുമ്പോഴും ഓരോ ഉദ്യോഗസ്ഥനും കാണിക്കേണ്ടതുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? നികുതിദായകരുടെ പണത്തെ സ്വന്തം കീശയിൽ അധ്വാനിച്ചുണ്ടാക്കിയ പണത്തെപ്പോലെ തന്നെ കരുതി വേണം ഓരോ ഉദ്യോഗസ്ഥൻ ചെലവാക്കാൻ എന്ന് കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണെന്ന് തോന്നും. പക്ഷേ അങ്ങേയറ്റം പവർഫുള്ളായ ഒരു സന്ദേശമാണിത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, പൊതുപണവും സ്വന്തം പണവും കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ നൽകേണ്ട ശ്രദ്ധയിൽ യാതൊരു വ്യത്യാസവും പാടില്ല. നമ്മൾ സ്വന്തം പണം വെറുതെ കളയുമോ? ഇല്ലല്ലോ. സർക്കാർ ഫണ്ടാണല്ലോ എന്ന് കരുതി അല്ല, അങ്ങനെ കരുതാൻ തന്നെ പാടില്ല. ഒരു രൂപ പോലും അലക്ഷ്യമായി ചിലവാക്കാൻ ആർക്കും ഇവിടെ അധികാരമില്ല എന്ന് ഈ തത്വം അടിവരയിട്ട് പറയുന്നു. മൂന്നാമത്തെ ഭാഗം, സാമ്പത്തിക ഔചിത്യത്തിന്റെ മാനദണ്ഡങ്ങൾ. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഒരു ഫിലോസഫിയാണെങ്കിൽ ഇനി അതിന്റെ പ്രാക്ടിക്കൽ വശം എന്താണെന്ന് നോക്കാം. റൂൾ 21 പ്രകാരം ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുമ്പോൾ ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട പ്രധാന മാനദണ്ഡങ്ങൾ ഇവയൊക്കെയാണ്. 1. നമ്മുടെ ചിലവുകൾ ഒരിക്കലും ബഡ്ജറ്റിൽ അനുവദിച്ച തുകയേക്കാൾ കൂടുതലാകാൻ പാടില്ല. 2. ഏതാവശ്യത്തിനാണോ ഫണ്ട് അനുവദിച്ചത് അതിന് മാത്രമേ അത് ഉപയോഗിക്കാവൂ, വേറൊന്നിനും പാടില്ല. 3. വളരെ പ്രധാനപ്പെട്ടതാണ്, എല്ലാ ചിലവുകളും 100% പൊതുതാൽപര്യം മുൻനിർത്തിയായിരിക്കണം. 4. പണം എവിടെയെങ്കിലും പാഴാകുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഡിപ്പാർട്ട്മെന്റിൽ കൃത്യമായ കൺട്രോൾ മെക്കാനിസം എപ്പോഴും ആക്റ്റീവായിരിക്കണം. ഇതാണ് യഥാർത്ഥത്തിൽ സാമ്പത്തിക ഔചിത്യം. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, വെറുതെ നിയമങ്ങളനുസരിച്ച് പോയാൽ മാത്രം പോരാ. സാമ്പത്തിക അച്ചടക്കവും കർശനമായ മിതവ്യയവും, അതായത് സ്ട്രിക്റ്റ് എക്കണോമി ഉറപ്പാക്കാൻ ഓരോ ഉദ്യോഗസ്ഥനും ബാധ്യസ്ഥനാണ്. തൻ്റേതായ ഓഫീസിലായാലും തനിക്ക് താഴെയുള്ള മറ്റുദ്യോഗസ്ഥരുടെ കാര്യത്തിലായാലും ഒരു രൂപ പോലും പാഴായി പോകുന്നില്ല എന്നുറപ്പുവരുത്താൻ അവർക്ക് കഴിയണം. ഈ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. നാലാമത്തെ ഭാഗം, വ്യക്തിപരമായ ഉത്തരവാദിത്വവും ബാധ്യതയും. ഈ പറഞ്ഞ റൂൾസൊക്കെ തെറ്റിച്ചാൽ എന്ത് സംഭവിക്കുമെന്നല്ലേ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്? GFR റൂൾ 37 അവിടെ വളരെ കർശനമാണ്. ഒരു ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വഞ്ചനയോ അല്ലെങ്കിൽ വെറുമൊരു അശ്രദ്ധയോ കാരണം സർക്കാരിന് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുന്നുവെന്ന് വയ്ക്കുക, അങ്ങനെയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആ വ്യക്തിക്ക് മാത്രമായിരിക്കും. ഗവൺമെന്റിന്റെ പേരോ ഡിപ്പാർട്ട്മെന്റിന്റെ പേരോ പറഞ്ഞ് ഒളിക്കാൻ കഴിയില്ല. നഷ്ടം നികത്താനുള്ള ബാധ്യത ആ ഉദ്യോഗസ്ഥന്റെ സ്വന്തം ചുമലിലാണ് വരുന്നത്. സിമ്പിളായി പറഞ്ഞാൽ, ചെയ്ത തെറ്റിന് സ്വയം വില നൽകേണ്ടി വരും. അതുപോലെ അപ്പൻഡിക്സ് 1 പറയുന്ന മറ്റൊരു രസകരമായ കാര്യമുണ്ട്. ഉത്തരവാദിത്തം എപ്പോഴും താഴെത്തട്ടിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഒരു കീഴുദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് നഷ്ടമുണ്ടാവുകയും അതിന് കാരണം ഒരു മേലുദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിലുള്ള വീഴ്ചയാണെന്ന് കണ്ടെത്തുകയും ചെയ്താൽ അവിടെ ആ മേലുദ്യോഗസ്ഥനും തുല്യ ഉത്തരവാദിയായിരിക്കും. അക്കൗണ്ടബിലിറ്റി എപ്പോഴും മുകളിലേക്കും ബാധകമാണ്. ആർക്കും ഇതിൽ നിന്നൊഴിഞ്ഞു മാറാൻ കഴിയില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ ആർക്കും തെറ്റുകൾ പറ്റാൻ പാടില്ലേ എന്ന് തോന്നാം. എന്നാൽ സിസ്റ്റം അത്ര അന്ധമൊന്നുമല്ല കേട്ടോ. നല്ല ഉദ്ദേശത്തോടെ ജോലി ചെയ്യുമ്പോൾ സംഭവിക്കുന്ന സത്യസന്ധമായ തെറ്റുകളെ അഥവാ ഹോണസ്റ്റ് എറേഴ്സ് സർക്കാർ തീർച്ചയായും പരിഗണിക്കാറുണ്ട്. ഉദ്യോഗസ്ഥൻ തന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ അവിടെ ഇളവുകൾ കിട്ടും.
പക്ഷേ പക്കാ അശ്രദ്ധയോ അല്ലെങ്കിൽ വഞ്ചനയോ ആണ് നടന്നതെങ്കിൽ അവിടെ യാതൊരു ദയവുമില്ല. വ്യക്തിപരമായ ബാധ്യത കർശനമായി തന്നെ അവിടെ നടപ്പിലാക്കും. ഇനി നമ്മുടെ അവസാന ഭാഗം. എന്തെങ്കിലും കാരണവശാൽ സാമ്പത്തിക നഷ്ടങ്ങളുണ്ടായാൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം? എത്രയൊക്കെ പ്രൊട്ടക്ഷൻ വെച്ചാലും ചിലപ്പോൾ പണം നഷ്ടപ്പെട്ടേക്കാം. അങ്ങനെയൊരു സാമ്പത്തിക നഷ്ടം ശ്രദ്ധയിൽപ്പെട്ടാൽ റൂൾ 38 അനുസരിച്ച് വളരെ വേഗത്തിൽ ചെയ്യേണ്ട 4 കാര്യങ്ങളുണ്ട്. 1. എത്രയും വേഗം നഷ്ടം കണ്ടെത്തുക. 2. ഒട്ടും വൈകാതെ അത് ബന്ധപ്പെട്ടവരെ റിപ്പോർട്ട് ചെയ്യുക. 3. കുറ്റക്കാർക്കെതിരെ അതിവേഗം നടപടിയെടുക്കുക. 4. ആ പിഴവ് സിസ്റ്റത്തിൽ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ വേണ്ട പരിഹാര നടപടികൾ, അതായത് റീമീഡിയൽ മെഷേഴ്സ് വരുത്തുക. ഈ 4 സ്റ്റെപ്പുകളും ഒരു എമർജൻസി പോലെ കണ്ട് വേഗം പൂർത്തിയാക്കണമെന്നാണ് ചട്ടം പറയുന്നത്. നമ്മൾ ഈ വിശകലനത്തിന്റെ അവസാനത്തിലേക്ക് വരികയാണ്. ഈ GFR 2017 പോലുള്ള കർശനമായ നിയമങ്ങൾ വെറുതെ ഉദ്യോഗസ്ഥരെ പേടിപ്പിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ അല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. മറിച്ച് നമ്മുടെ പൊതുസാമ്പത്തിക സംവിധാനത്തിൽ കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പുവരുത്താനാണ്. ആത്യന്തികമായി സർക്കാരിലുള്ള പൊതുജനങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കുക എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പോൾ ഈയൊരു സെഷൻ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരൊറ്റ ചോദ്യം മാത്രം ബാക്കിയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ സ്വന്തം പണത്തോട് കാണിക്കുന്ന അതേ ജാഗ്രത പൊതുപണത്തോടും കാണിക്കുന്നുണ്ടോ? GFRന്റെ ഈ അടിസ്ഥാന തത്വം നമുക്കെല്ലാവർക്കും എപ്പോഴും ഓർമ്മിക്കാം. ഒപ്പം